ശിവദാസൻ, താങ്കൾ രാജ്യസഭാംഗമാണ്, രാജ്യസഭയിൽ പങ്കെടുത്ത ഒരാളാണ്. രാജ്യസഭയിൽ ഇന്ന് എന്തുണ്ടായി? ഒപ്പം തന്നെ ലോക്സഭയിലും ഇന്ന് എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടായത്? രണ്ട് സ്ഥലത്തു നിന്നും കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? പ്രതിപക്ഷം ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണ്? ഡോക്ടർ ശിവദാസൻ. ഇവിടെ പാർലമെൻറ്റിനകത്ത് ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ആകെ തന്നെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ഉന്നയിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം ഒന്നടങ്കം ശ്രമിക്കുകയുണ്ടായി. പക്ഷേ പാർലമെൻറ്റിൽ ഇതിൻ്റെ മുകളിലൊരു ചർച്ച നടത്തുന്നതിന് വേണ്ടി നീറ്റ്, നെറ്റ്, എക്സാം, എൻ ടി എ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതര പരീക്ഷകൾ, അതിലെ കൃത്യവിലോപം, ഇതൊക്കെ ചർച്ചയായി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് അത് ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. പക്ഷെ അത് പരിഗണിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അപഹസിക്കുന്ന നിലയിലുള്ള സംസാരമാണ് ചെയറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് അനുവദിച്ചില്ല. അവർ പറഞ്ഞത് നന്ദിപ്രമേയ ചർച്ചയിൽ ഇതുകൂടി ഉൾപ്പെടുത്തി പറയാമല്ലോ എന്നാണ്. നന്ദിപ്രമേയ ചർച്ചയിൽ എന്തൊക്കെ പറയണമെന്നുള്ളത് ഭരണപക്ഷത്തിൻ്റെ ഉപദേശം കിട്ടിയിട്ടല്ലല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും പ്രധാനമായി ഒന്നാമതായി നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടൈമിൽ ഒന്നാമതായൊരു വിഷയം മുന്നോട്ട് വെക്കുന്നു ചർച്ചയ്ക്ക് വേണ്ടി. അത് അനുവദിക്കുന്നില്ല. ഇന്ത്യയിൽ ഇതിനു മുമ്പും NTA പരീക്ഷകൾ, ചോദ്യപേപ്പറുകൾ ചോർന്ന വേളയിൽ നീറ്റ്, നെറ്റ് എക്സാമിനെ അത് ബാധിച്ച സമയത്ത് ഒക്കെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ വിഷയം ഉന്നയിക്കാൻ അനുവദിച്ചില്ല. ഇവിടെ ഇപ്പോഴെന്താ ഉണ്ടായത്? നിലവിൽ ഈ തവണയും മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ ആക്ഷേപങ്ങളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുന്ന നിലയിലുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾ തന്നെ വീണ്ടും മന്ത്രിയായി തുടരുകയും ചെയ്യുകയാണ്. മന്ത്രി രാജിവെക്കണം എന്നുള്ളത് രാജ്യത്തെ വിവിധ പ്രധാന വ്യക്തികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു, രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. പക്ഷെ ഇതൊന്നും സർക്കാർ പോസിറ്റീവായി എടുക്കുന്നില്ല. ഈ ചോർച്ചയ്ക്ക് പിന്നിൽ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ കൃത്യമായി അന്വേഷിക്കുന്നില്ല. ആരെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP RSS ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ ചോർച്ചകൾ ഉണ്ടായിട്ടുള്ളതെന്നും അവരിൽ പലരുമാണ് ഈ ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ഒക്കെയുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ BJPക്ക്, RSSന് ഇതിൻ്റെ ബാധ്യതയുണ്ട്. ഇത് നിഷേധിക്കാൻ, ഇതിൻ്റെ അകത്ത് സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി ഇടപെടാൻ അവർക്ക് ബാധ്യതയുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അവർ നിശബ്ദരായിരുന്നു. ഈ പരീക്ഷാ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യേണ്ടുന്ന ഘട്ടമാണ്. NTA വരുമ്പോൾ തന്നെ, ഇത്തരത്തിലൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ തന്നെ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രധാനപ്പെട്ട വ്യക്തികൾ പലരും പറഞ്ഞു ഇത് അപകടകരമാണ്. രാജ്യത്തെ ഫെഡറൽ സിസ്റ്റത്തെ, വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളുടെ, സംസ്ഥാന സർക്കാരുകളുടെ അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പൊതു പരീക്ഷാ സംവിധാനം പ്രാഥമിക തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ രൂപപ്പെടുത്തുക എന്നുള്ളത് അശാസ്ത്രീയമാണ്, അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയുടെ സാധ്യത കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷാ സംവിധാനം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. കോച്ചിങ് സെൻ്ററുകാരുടെ പണം വാങ്ങി അത്തരത്തിലുള്ള കോച്ചിങ് സെൻ്ററുകാരുടെ നടത്തിപ്പുകാരും ഇടനിലക്കാരുമായി മാറിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ മാത്രം സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ വൈജ്ഞാനിക വൈവിധ്യത്തെ സംരക്ഷിക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ട്, NTA പരീക്ഷകളുടെ നിലവാരമാണ്, അതിലെ ചോദ്യങ്ങളാണ്. അതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമായി നിൽക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? എപ്പോഴാണ് രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടന കർമ്മം, ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത്? എപ്പോഴാണ് നമ്മുടെ രാമായണത്തിൽ യുദ്ധമുഖത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടായി? ഞാൻ വിശദാംശത്തിലേക്ക് പോവില്ല. എന്തെല്ലാം ചോദ്യങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള ആവശ്യം നിരസിക്കുക മാത്രമല്ല, പ്രതിപക്ഷം അപമാനിക്കപ്പെടുക കൂടി ഉണ്ടായി എന്ന് പറഞ്ഞു. എത്തരത്തിലുള്ള അപമാനമാണ് കേന്ദ്ര ഭരണകക്ഷിയിൽ നിന്ന് പ്രതിപക്ഷം നേരിടേണ്ടി വന്നത്? നമുക്ക് ഈ ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യാം. നീറ്റ് പരീക്ഷയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ശിവദാസൻ, ഇവിടെ പ്രതിപക്ഷ നേതൃനിരയിലെ പ്രധാനപ്പെട്ട പല ആളുകളും സംസാരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. സമയം അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, മൈക്ക് ഓഫ് ചെയ്ത് കളയുക.
ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസിൻ്റെ മുകളിൽ ആരാണ് നോട്ടീസ് കൊടുത്തതെന്നോ ഉള്ളടക്കത്തെക്കുറിച്ചോ വിശദമായി പ്രതിപാദിക്കപ്പെട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. അതിനൊപ്പം തന്നെ സാധാരണഗതിയിലൊരു മര്യാദയാണ് ആ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കാൻ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ, വിഷയത്തിൻ്റെ ഉള്ളടക്കത്തെ ഒന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കൊടുക്കുക എന്നുള്ളത്. അതിന് പകരം നമ്മൾ കേട്ട എന്താണ്, ഈ ആവശ്യം ഉന്നയിച്ച് ശബ്ദിച്ച ആളുകളുടെ പേര് അപഹസിക്കുന്ന നിലയിൽ മുഴക്കുന്നു, ചെയറിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവുന്നു. അതിനുമപ്പുറത്ത് പ്രസംഗിക്കാൻ ശ്രമിച്ചവരുടെ മൈക്ക് ഓഫ് ചെയ്യുന്നു. പിന്നെ ഏകപക്ഷീയമായ നിലയിൽ ചർച്ച നടത്തി കൊണ്ടുപോയി കളയാം, പ്രതിപക്ഷം ഒന്നടങ്കം സഭയിൽ നിന്ന് പുറത്തുപോയാലും അവരെ പുറത്താക്കിയിട്ട് ഞങ്ങൾ നടത്തും എന്നുള്ള ധാർഷ്ട്യം നമ്മൾ വീണ്ടും കാണുകയാണ്. 150 ആളുകളെ ഡോക്ടർ ശിവദാസൻ